everyone, welcome again to my channel. ഞാൻ സംഗീത. ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത ഭൂരിഭാഗം ആൾക്കാർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. റീസൺസ് എന്തായാലും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ വളരെ വിശദമായിട്ട് എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് യൂസ് ചെയ്തിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കാം. അതുപോലെ തന്നെ ഏത് പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നൽകുക, പിന്നെ ഈ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്താം. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, ഇൻ്റർനെറ്റിൽ ഒരുപാട് DIY പ്രഗ്നൻസി ടെസ്റ്റുകളുണ്ട്. അതായത് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം. പഞ്ചസാര കൊണ്ട്, ഉപ്പ് കൊണ്ട്, ബേക്കിംഗ് സോഡ വെച്ചിട്ടൊക്കെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കുറേ വീഡിയോസും ആർട്ടിക്കിൾസും കണ്ടിരുന്നു. ഇതിൽ ഒരു തരത്തിലുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രസത്തിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. പക്ഷേ ഇതിലൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള അടിസ്ഥാനമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ നിങ്ങൾ എന്താ പറയുക, ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ, ഫോൾസ് ഹോപ്പൊക്കെ കിട്ടിയ, ഫൈനലി ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ നെഗറ്റീവ് റിസൾട്ടായ ആകെ ഡിസപ്പോയിൻറ്റഡ് ആവും നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാർമസി പോയിട്ട് പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് വാങ്ങിക്കുക. അത് നിങ്ങൾക്ക് ആക്യുറേറ്റ് റിസൾട്ട് നൽകും. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ HCG എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഡെവലപ്പ് ആവും. HCG ഈ ഹോർമോണാണ് മറ്റ് ഹോർമോൺസ് ഡെവലപ്പ് ആവാനായിട്ട് സഹായിക്കുന്നത്. അതായത് പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, ഇതൊക്കെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ആവുന്നത്. അത് കൂടുതൽ ടെക്നിക്കലായിട്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ ശരീരത്തിലുള്ള ഈ HCG ലെവൽ ചെക്ക് ചെയ്യലാണ് ഈ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് ചെയ്യുന്നത്. ഈ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് ഒരു യൂറിൻ ടെസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യാം. ആ ബ്ലഡ് ടെസ്റ്റ് ലാബിലാണ് ചെയ്യേണ്ടത്, നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിലും ചെക്ക് ചെയ്യുന്നത് ഈ HCG ഹോർമോൺ ലെവലാണ്. നമ്മുടെ ബോഡി അൺപ്രഡിക്റ്റബിൾ ആണ്. ഓൾറെഡി ഹെൽത്തി ആയിട്ടുള്ള ബോഡിയിൽ പീരിയഡ്സ് ഒക്കെ റെഗുലറായി വരുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പീരിയഡ് മിസ്സായി പ്രഗ്നൻസിയുടെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നു. ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ട് വരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ആൻസൈറ്റിയാണ്, പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്നുള്ള ആ ഒരു ആൻസൈറ്റി, ആ ഒരു ആകാംക്ഷ കൊണ്ട്, ആ സ്ട്രെസ്സ് കൊണ്ട് നമ്മുടെ ബോഡി ചിലപ്പോൾ പ്രഗ്നൻസിയുടെ സമാനമായിട്ടുള്ള സിംറ്റംസ് കാണിച്ചേക്കാം. പക്ഷെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കില്ല. പിന്നെ നിങ്ങൾക്ക് PCOD അങ്ങനെയുള്ള ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അപ്പോഴും പീരിയഡ്സ് ഒക്കെ നീങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ എന്താ പറയുക, ഹോപ്പിനെ തല്ലിക്കെടുത്തല്ല ചെയ്യുന്നത്. നമ്മളെപ്പോഴും പ്രഗ്നൻസിയുടെ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഹോപ്പ്, പോസിറ്റീവ് ആവും എന്ന് വിചാരിച്ച് പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആവും, ഭയങ്കര ഡിപ്രഷനിലേക്കൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആകാംക്ഷ എടുക്കാതെ, അങ്ങനെ ടെൻഷൻ അടിക്കാതെ റിലാക്സ് ചെയ്തിട്ട് ഓക്കെ, പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് നല്ലതായ രീതിയിൽ എടുക്കുക. എന്ത് വന്നാലും അത് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക. ഓക്കെ, എപ്പോഴാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്? അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് നമ്മുടെ ശരീരത്തിലുള്ള HCG ലെവല് വളരെ കുറവ് ലെവൽ വരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. കുറവ് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 20 to 25 ml വരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പീരിയഡ് ആവുന്നതിന് മുന്നേ ഒരു 2 ദിവസം മുന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാനത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എപ്പോഴും ഒരു ആക്യുറേറ്റ് റിസൾട്ട് ആവാനായിട്ടുള്ള സാധ്യത ഇല്ല. അപ്പോൾ ഏറ്റവും ആക്യുറേറ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ പീരിയഡ് മിസ്സായി കഴിഞ്ഞിട്ട് ഒരു ആഴ്ച, 7-8 ദിവസം വേണമെങ്കിൽ നിങ്ങളൊരു 10 ദിവസം എടുത്തോളൂ. 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ടെസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 4 പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യത്തിന് നല്ല പോപ്പുലർ ബ്രാൻഡ്സ് ആണ് കേട്ടോ. പെരമൽ ബ്രാൻഡിൻ്റെ ഐക്യാൻ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ്, പിന്നെ ഡോക്ടർ മോറിപ്പൻ്റെ ക്വിക്ക് ചെക്ക്, പിന്നെ പ്രഗ ജോയ്, പിന്നെ ഡോക്ടർ റെഡീസിൻ്റെ വെലോസിറ്റ് എന്ന് പറഞ്ഞ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ്. ഇതൊക്കെ ആക്യുറേറ്റ് റിസൾട്ട്സ് നൽകുന്ന പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് തുറന്നു നോക്കാം.
ആദ്യം ഞാൻ തുറന്നു നോക്കുന്നത് ഐക്കാൻ്റെ ഡിറ്റക്ഷൻ കിറ്റാണ്. ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരു ലീഫ്ലെറ്റ് ഉണ്ട്, കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയിട്ടുണ്ട്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ലീഫ്ലെറ്റാണ്. പിന്നെ ഉള്ളത് സ്ട്രിപ്പാണ്. സ്ട്രിപ്പിൻ്റെ കവറിൻ്റെ ബാക്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതാണ് സ്ട്രിപ്പ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫില്ലറുണ്ട്. ഈ ഫില്ലർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ യൂറിൻ കളക്ട് ചെയ്യേണ്ടത്. ബാക്കിയുള്ള കിറ്റിൻ്റെ ഉള്ളിലും ഇത് തന്നെയാണ് കേട്ടോ ഉള്ളത്, സ്ട്രിപ്പും ഫില്ലറും. ജസ്റ്റ് ഐക്കാൻ്റെ കിറ്റിന് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല പാക്കേജിങ് ഒക്കെയാണ്, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് കവറിൻ്റെ ബാക്കിൽ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊക്കെ നല്ല ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം കൂടെ ചെയ്തു, ഒരു എക്സ്ട്രാ സ്റ്റെപ്പ്. ഞാൻ ഇൻ്റർനെറ്റിൽ പോയിട്ട് ഓരോ പ്രഗ്നൻസി ഡിറ്റക്ഷൻ്റെ എന്താ പറയുക സെൻസിറ്റിവിറ്റി അളവ് നോക്കിയിട്ടുണ്ട്. അത് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഏത് ഡിറ്റക്ഷൻ കിറ്റാണ് ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ HCG ലെവൽ 5 ml കൂടുതലാണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ കിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ 25 ml HCG ലെവലിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഏർലി സ്റ്റേജിൽ തന്നെ നമ്മുടെ പ്രഗ്നൻസി കണ്ടുപിടിക്കാൻ പറ്റും ഈ കിറ്റ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഐക്കാൻ്റെ വില വരുന്നത് 55 രൂപയാണ് കേട്ടോ. ഇനി ഈ കിറ്റിന് 20 ml HCG ലെവൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 60 റുപ്പീസാണ്. പ്രഗാജോയ്ക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത് 25 ml ഇതിൻ്റെ പ്രൈസ് വരുന്നത് 60 ആണ്. വെലോസിറ്റിന് അഗൈൻ 25 ml ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 50 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഈ കിറ്റുകളിൽ ഏറ്റവും നല്ലത് ഏതാണ്? നമ്മുടെ ഡോക്ടർ മോരപ്പൻ്റെ ക്വിക്ക് ചെക്കാണ്. 20 ml HCG ലെവൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ മറ്റുള്ളത് നല്ലത് തന്നെയാണ് കേട്ടോ, പോപ്പുലർ ബ്രാൻഡ്സ് തന്നെയാണ്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യുന്നതിന് മുന്നേ 3 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, യൂറിൻ ഒരു നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ കപ്പിൽ വേണം കളക്ട് ചെയ്യാനായിട്ട്. അതിനുവേണ്ടി നിങ്ങൾ ഫാർമസിയിൽ ഒരു സ്റ്റെറിലൈസ്ഡ് കപ്പ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിങ്ങൾ തീരെ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ഡെറ്റോളോ അല്ലെങ്കിൽ സോപ്പൊക്കെ യൂസ് ചെയ്ത് നല്ലോണം വൃത്തിയാക്കി നല്ലോണം തുടച്ച് ഡ്രൈ ആക്കിയിട്ട് വേണം യൂറിൻ കളക്ട് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് സമയത്തുള്ള യൂറിൻ വേണമെങ്കിലും നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ രാവിലത്തെ, അതായത് ഉറങ്ങി എണീറ്റിട്ടുള്ള ഫസ്റ്റ് യൂറിൻ ഉണ്ടല്ലോ, അതാണ് കളക്ട് ചെയ്യേണ്ടത്. അതിൽ HCG ലെവൽ കൂടുതലായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ടാണ് ആ മോർണിംഗ് യൂറിൻ കളക്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇത് ആ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റിലെ ഇൻസ്ട്രക്ഷൻസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ കിറ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റും കൂടെ ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് യൂറിൻ വെച്ചിട്ട് ഈ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ്സൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാ ഡിറ്റക്ഷൻ കിറ്റിലും കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ സെയിം തന്നെയാണ് കേട്ടോ. എല്ലാത്തിനും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സ്ട്രിപ്പാണ്, വ്യത്യാസമൊന്നുമില്ല. ആകെ അതിൻ്റെ HCG ലെവലിൻ്റെ ഡിറ്റക്ഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. യൂറിൻ എത്ര യൂറിനാണ് നമ്മൾ ഒഴിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ 2 to 3 ഡ്രോപ്സ്. അത് എല്ലാത്തിലും സെയിം തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഫില്ലർ യൂസ് ചെയ്തിട്ട് യൂറിൻ കളക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ഡിറ്റക്ഷൻ കിറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 എണ്ണത്തിൻ്റെയും ടെസ്റ്റ് ഞാൻ ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഒരേ സമയത്ത് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ യൂറിൻ ഡ്രോപ്പ് ചെയ്തു, 3 ഡ്രോപ്സ് ഓഫ് യൂറിൻ. അപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ട സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെയാണ് ഇടേണ്ടത്. സെൻറ്ററിൽ പോയി ഇടരുത്, സെൻറ്ററിൽ പോയി ഇട്ടാൽ ടെസ്റ്റ് ഇൻവാലിഡ് ആവും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ അത് ഇട്ട ഉടനെ തന്നെ ആ സ്ട്രിപ്പിൻ്റെ കളർ മാറുന്നത് കണ്ടില്ലേ, വെള്ളയിൽ നിന്ന് ഇപ്പോൾ ഒരു പിങ്ക് കളറായി. ഇനി 5 മിനിറ്റിനുള്ളിൽ നമുക്ക് റിസൾട്ട് കാണാം. ഇപ്പോൾ ഈ സ്ട്രിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ Cയും Tയും എന്ന് എഴുതിയിട്ടുണ്ട്. പ്രഗ്നൻസിയുടെ ഏർലി സ്റ്റേജസിലാണെങ്കിൽ ആദ്യം Cൻ്റെ ഏരിയയിൽ മാത്രം ഒരു ലൈൻ വരും. പിന്നെ 5 മിനിറ്റിനുള്ളിൽ Tൻ്റെ ഏരിയയിൽ ചെറുതായിട്ടൊരു ഫെയിൻറ്റ് ലൈൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രഗ്നൻസി കുറച്ചുകൂടി പ്രോഗ്രസ് ആയി, ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഉടനെ തന്നെ Cയിലും Tയിലും നിങ്ങൾക്ക് ലൈൻ കാണാം. അപ്പോൾ Cയിലും Tയിലും ലൈൻ കണ്ടാൽ നിങ്ങളുടെ പ്രഗ്നൻസി പോസിറ്റീവാണ്. Cയിൽ മാത്രമായിട്ടാണ് ലൈൻ കാണുന്നതെങ്കിൽ പ്രഗ്നൻസി നെഗറ്റീവാണ്. ഇനി T ഏരിയയിൽ മാത്രമാണ് ലൈൻ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റ് ഇൻവാലിഡ് ആണ്. ഒന്നും കൂടെ നിങ്ങൾ ചെയ്യേണ്ടി വരും ഈ ടെസ്റ്റ്. ഓക്കെ, ഒന്നും കൂടെ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ മോർണിംഗ് യൂറിൻ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്തിട്ട് പുതിയ ടെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ടെസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ അതൊക്കെ ഇൻവാലിഡ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പുതിയ കിറ്റ് വാങ്ങിക്കുക, എന്നിട്ട്
പിറ്റേ ദിവസത്തെ രാവിലത്തെ യൂറിൻ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞു. എല്ലാത്തിലും ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ലേ, എല്ലാത്തിലും സീൽ മാത്രമാണ് ലൈൻ കാണുന്നത്. അപ്പോൾ അതായത് പ്രഗ്നൻസി നെഗറ്റീവാണ്, ഞാൻ പ്രഗ്നൻ്റ് അല്ല. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കുകയാണെങ്കിൽ, അതായത് ഒരു ലൈൻ ഈ ഏരിയയിൽ വളരെ ഫെയിൻ്റ് ആയിട്ടുള്ള ലൈൻ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്താനായിട്ട് വരട്ടെ കേട്ടോ. ഈ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഏരിയയിലത്തെ ലൈൻ കുറച്ചും കൂടി ഡാർക്കായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ലബോറട്ടറിയിൽ പോയിട്ട്, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ലാബിൽ പോയാൽ മതി, ഹോസ്പിറ്റലിൽ തന്നെ പോകണമെന്നില്ല. ലബോറട്ടറിയിൽ പോയിട്ട് β-HCG ടെസ്റ്റ് ചെയ്യാം. അത് ചെയ്യുമ്പോൾ ഏറ്റവും ഏർലിയസ്റ്റ് സ്റ്റേജസ് ഓഫ് പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഇപ്പോൾ HCG ലെവൽ 5 ml കൂടുതലുണ്ടെങ്കിൽ അപ്പം തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അത്രയും ആക്യുറേറ്റ് റിസൾട്ടാണ് ബ്ലഡ് ടെസ്റ്റ് നമുക്ക് നൽകുക. അപ്പോൾ യൂറിൻ ടെസ്റ്റ് ആണോ ബ്ലഡ് ടെസ്റ്റ് ആണോ നല്ലത് എന്നോട് ചോദിച്ചാൽ ഒബ്വിയസ്ലി ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് 100% ഷുവർ ആക്കാൻ പറ്റും ഈ ടെസ്റ്റിലൂടെ നമ്മൾ പ്രഗ്നൻ്റ് ആണോ അല്ലേന്ന്. ഓക്കെ, പക്ഷെ നമ്മുടെ കൺവീനിയൻസിന്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മീ.